നമുക്ക് നമ്മൾ പ്രൊജക്റ്റിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ചിലപ്പോൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ലൈക്ക് നിങ്ങൾക്കൊരു കൺട്രി സെലക്ട് ചെയ്യണം, യൂസറെ കൊണ്ട് സെലക്ട് യുവർ കൺട്രി ഓർ സെലക്ട് യുവർ ഫേവറേറ്റ് സ്പോർട്ടിങ് ഈവൻറ്റ്, അങ്ങനത്തെ പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് ചെറിയ ഓപ്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഒരു റേഡിയോ ബട്ടൺ കൊടുക്കാം. സെലക്ട് യുവർ ജെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം, മെയിൽ, ഫീമെയിൽ ഓർ അത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. 3 ഓപ്ഷനേ ഉള്ളൂ. അത് റേഡിയോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാം. വാട്ട് ഈസ് യുവർ സ്പോട്ടിങ് ഈവൻറ്റ്, നമ്മളൊരു 4 ഐറ്റം ഡിസ്പ്ലേ ചെയ്യുന്നതിന് മേ ബി നിങ്ങൾക്ക് ഒരു ചെക്ക് ബോക്സ് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം ചിലപ്പോൾ യു ഐയിൽ നമുക്ക് പോസിബിൾ ആയിരിക്കില്ല. ഒരുപാട് ഇപ്പോൾ സെലക്ട് യുവർ കൺട്രി എന്ന് വേണ്ടി ഓൾ കൺട്രി നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു റേഡിയോ ബട്ടണിൽ കൊടുക്കാൻ കഴിയില്ല. ദാറ്റ് ഈസ് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റും, പക്ഷേ സ്പേസ് കൺസ്യൂം ചെയ്യുന്നത് ഒരുപാടായിരിക്കും. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി അത് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് വി നീഡ് സം അതർ വിഡ്ജറ്റ്. ലൈക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ഫോം ഫീൽഡ് ആയിരിക്കും, അതല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ആയിരിക്കും ഉപയോഗിക്കുക. സി യു ഹാവ് എ വിഡ്ജറ്റ് കോൾഡ് ഡ്രോപ്പ് ഡൗൺ മെനു. മേ ബി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. മേ ബി ഉപയോഗിക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഫ്രഷേഴ്സ് ഒക്കെ ചിലപ്പോൾ എന്തുണ്ടായിരിക്കില്ല, ആ ഒരു വിഡ്ജറ്റിനെ കുറിച്ച് ചിലപ്പോൾ പരിചയം ഉണ്ടാക്കില്ല. അങ്ങനെ ഒരു വിഡ്ജറ്റ് ഉണ്ട്, ഡ്രോപ്പ് ഡൗൺ മെനു എന്നാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് എങ്ങനെയാണ് ഡ്രോപ്പ് ഡൗൺ മെനു ക്രിയേറ്റ് ചെയ്യുന്നത്, ആൻഡ് വി ആർ ഗോയിങ് ടു ചെക്ക് ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ദാറ്റ് ഡ്രോപ്പ് ഡൗൺ മെനു. ഓക്കെ, സോ ഞാനൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് വാട്ട് യു ഹാവ്, what we are going to build, and it looks like a drop down button form field, അതല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ബട്ടൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ദിസ് എ മെറ്റീരിയൽ വിഡ്ജറ്റ് ആൻഡ് യു ക്യാൻ കസ്റ്റമൈസ് ഇറ്റ്. നിങ്ങൾക്ക് അതിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ് ഫ്രം സ്ക്രാച്ച്. ഞാൻ ജസ്റ്റ് ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആസ് ഓൾവേസ് ഒരു മെയിൻ ഡോട്ട് ഫയൽ ഉണ്ട്. ദെൻ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്തു, ഹോം പേജ്. ആൻഡ് ആ ഹോം പേജാണ് ഇവിടെ കാണുന്നത്. സി ഐ എം ഗോയിങ് ടു ഡു സംതിങ്. ഐ വാണ്ട് ടു സെലക്ട് എ കളർ ഫ്രം എ ഡ്രോപ്പ് ഡൗൺ. Then I need to change the background. Okay, so very simple. So I just declared a variable here. Okay, let me remove this thing because I'll write it again. Okay, I just declared a variable, the back color, and I just applied that color to the container color. And this thing is familiar to you. Then I'm going to create that drop down menu. And this is a widget, drop down menu. ഓക്കെ, ഡ്രോപ്പ് ഡൗൺ മെനു എന്ന് പറയുന്നതിൽ നമുക്കറിയാം ഒരുപാട് ഐറ്റംസ് അതിൽ നമുക്ക് എന്ത് ചെയ്യണം, കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ മെനു എൻട്രീസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സി ദാറ്റ് ഈസ് ഗോയിങ് ടു എക്സ്പെക്ട് എ ലിസ്റ്റ് ഓഫ് ഡ്രോപ്പ് ഡൗൺ മെനു എൻട്രി. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ഹാവ് ദറ്റ് ലിസ്റ്റ് ആൻഡ് ഓപ്പൺ ദ ലിസ്റ്റ്. ഞാൻ ഇപ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് ഇവിടെ ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യണം. ഐ വിൽ ഷോ യു ഹൗ ടു ലോഡ് ഇറ്റ് ഫ്രം എ ലിസ്റ്റ്, അതല്ലെങ്കിൽ ഒരു മാപ്പിൽ നിന്ന് എങ്ങനെ ലോഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഡ്രോപ്പ് ഡൗൺ മെനു എൻട്രീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദ ഐറ്റം ഷുഡ് ബി ഡ്രോപ്പ് ഡൗൺ മെനു എൻട്രി. Okay, and each item should have a value and it has a label. Okay, and I'm going to have a value. I'm going to provide, this should be colors dot red. Okay, and the label should be, label is actually a text. Okay, you can no string, you can directly pass a string here. I'm going to have a red here. Okay, let me save this. Then you have a drop down menu appeared in your emulator. Now you can select that red. Okay, I'm going to have that red. Okay, I haven't done any logic, that's why the background is still white. Okay, then you can have entries like this, 1 2 3 4. Okay, and after every list item you have to put a comma. Okay, then this should be, the color should be a color called teal, and this should be teal. This is teal. Then the color should be let's have a color of orange. Okay, and the label should be orange. Okay, then this is blue. Okay, and this is colors dot blue. Okay, then the color is some purple, and the color should be purple. Okay, and let's reload this thing, and now you have all the colors here. Okay, now I'm going to select one item. I want to change the background color. Actually, drop down menu has a callback. You can come here and you have a callback method here. That should be a function on selected. Okay, and you can have that here on selected. Okay, and
This is going to expect a parameter that is very simple, which one option you selected from this list. See, ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഏത് ഐറ്റമാണ് സെലക്ട് ചെയ്തത് അത് നമുക്ക് കിട്ടണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ലോജിക്ക് എഴുതാൻ പോകുന്നത്. സോ ഇത് നമ്മളെ കളർ ലിസ്റ്റ് ആണ്. ഐ എം ഗോയിങ് ടു ഹാവ് എ വേരിയബിൾ കോൾ കളർ. ഓക്കെ, then this should be, and this is going to have a variable called color, like this color, because the color list ആണത്. ഇത് കോൺസ്റ്റ് കിടക്കുന്നതുകൊണ്ടാണ് അതിനകത്ത് കിട്ടാത്തത്. ആൻഡ് റിമൂവ് ദറ്റ് കോൺസ്റ്റ് ഫ്രം ദറ്റ് കോളം. ഓക്കെ, നൗ ഐ വാണ്ട് ടു ചെക്ക് വെദർ ദിസ് കളർ ഈസ് നോട്ട് ഈക്വൽ ടു നൾ. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ കളറിൽ വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെയാണ് ഞാൻ സെറ്റ് സ്റ്റേറ്റിനെ കോൾ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി ഇവിടെ ഈ കളറാണ് മാറ്റേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് കളർ. സോ call that variable back color equal to that color. Okay, that's simple. Let's format this code, reformat, and now I am going to have teal here. Let's save this. Then take the red. Now it is red, and I'm going to have teal. Now the background is teal, then orange, then purple. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് വെരി സിമ്പിൾ. ഡ്രോപ്പ് ഡൗൺ മെനു ക്രിയേറ്റ് ചെയ്യുന്നത് വെരി സിമ്പിളാണ്. ആൻഡ് ഇതിലെ വാല്യൂ നിങ്ങൾക്ക് ഈ വേരിയബിളിൽ കിട്ടും. ഓക്കെ, ഇനി ഇതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് സെർച്ചബിൾ. നിങ്ങൾക്ക് ഇവിടെ ഹ്യൂജ് ലിസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ കൺട്രിയാണ് കാണിക്കുന്നത്, സെലക്ട് കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോകത്തുള്ള എല്ലാ കൺട്രിയും ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് ഒരു കൺട്രി എടുക്കണം. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ഫിൽട്ടർ ചെയ്യാം, സെർച്ച് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് പോസിബിൾ ആണ്. ഓക്കെ, അത് ഞാൻ പറയുന്നതിന് മുമ്പ്, ആൻഡ് യു ക്യാൻ സ്റ്റൈൽ ദിസ് തിങ്, ആൻഡ് യു ക്യാൻ ഹാവ് എ വിഡ്ത്ത് പ്രോപ്പർട്ടി. സി ഐ എം ഗോയിങ് ടു ഹാവ് എ 200 വിഡ്ത്ത്. ഓക്കെ, ആൻഡ് യു ക്യാൻ ഹാവ് ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ് ഹിയർ. ഡ്രോപ്പ് ഡൗൺ മെനു, യു ഹാവ് ലീഡിങ് ഐക്കൺ, ട്രെയിലിംഗ് ഐക്കൺ, അങ്ങനത്തെ ഐക്കൺസ് ഒക്കെ ഉണ്ട്. സോ ഐ ക്യാൻ ഹാവ് ലീഡിങ് ഐക്കൺ. ദിസ് ഷുഡ് ബി കളേഴ്സ് ആണല്ലോ. അപ്പോൾ ഞാൻ ഐക്കൺ, ദിസ് ഷുഡ് ബി ഐക്കൺസ് ഡോട്ട് കളർ ലൈൻസ്. Okay, let's have a color lens and save this. Now you have a color lens icon here, and you can have the trailing icon, and this should be icons dot arrow forward iOS, and save this. Now you have some other icon. Okay, and default ആയിട്ടൊരു drop down icon ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് നിങ്ങൾക്ക് ഇത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഐക്കൺ, ട്രെയിലിംഗ് ഐക്കൺ, അങ്ങനത്തെ കാര്യമൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനിയാണ് നമ്മൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യണം, യു നീഡ് ടു ഹാവ് ദാറ്റ് സെർച്ച് ഓപ്ഷൻ ആൻഡ് ഫിൽട്ടർ ഓപ്ഷൻ. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ഹാവ് ദാറ്റ് property, and that is called enable search, and that is a bool value. You can make it true, and okay, let's try that. But initially നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് ഇതിൽ ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് you have something called controller. You can have a controller here. Let's define a controller. See, this is actually a text box plus a list ആണ്. അതാണ് ആക്ച്വലി എന്ത് ഡ്രോപ്പ് ഡൗൺ മെനു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, യു നീഡ് ടു ഹാവ് എ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ അണ്ടർസ്കോർ ദ കളർ കൺട്രോളർ ഈക്വൽ ടു ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ. നോർമലി നമ്മളൊരു കൺട്രോളർ ഡിഫൈൻ ചെയ്തു. And you can assign that controller here underscore controller, color controller. Okay, then you have different properties, and still I think you can't click here. Keyboard നമുക്ക് ഇവിടുന്ന് വരുന്നില്ലല്ലോ. ഇനി നമ്മൾ ഒരു പ്രോപ്പർട്ടിയും കൂടി ഇതിനകത്ത് എന്ത് ചെയ്യണം, എനേബിൾ ചെയ്യണം. ഐ ഷോ യു ദാറ്റ് പ്രോപ്പർട്ടി, ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഓൺ സെലക്റ്റഡ് നമ്മൾ എഴുതി. ദെൻ ഇനീഷ്യൽ സെലക്ഷൻ ഉണ്ട്. Then what is that property? Decoration, text editing, material, request focus on tab. This thing, request focus on tab. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോക്കസ് അവിടെ വരണം, ആ കൺട്രോളറിൽ വരണം. അപ്പോൾ നമുക്ക് ആ റിക്വസ്റ്റ് ഫോക്കസ് ഓൺ ടാപ്പിനെ കോൾ ചെയ്തു. മേക്ക് ഇറ്റ് ട്രൂ ആൻഡ് സേവ് ദിസ്. നോ ഐ ക്യാൻ ക്ലിക്ക് ഹിയർ. ഇപ്പോൾ നമുക്ക് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഐ ക്യാൻ സെർച്ച് ടൈപ്പ് സംതിങ് ഹിയർ, റെഡ്. ഓക്കെ, ആൻഡ് ആ ലിസ്റ്റിനകത്ത് റെഡിൽ വന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഇഫ് ഐ ടൈപ്പ് ഓറഞ്ച്, ദാറ്റ് OR എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓറഞ്ചിൽ വന്നു. ആൻഡ് ഇഫ് യു വാണ്ട് ബ്ലൂ ആൻഡ് B എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ബ്ലൂ ബിയിലേക്ക് ജമ്പ് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് കേസ് സെൻസിറ്റീവ്. ഞാൻ B സ്മോൾ ലെറ്ററാണ് അയച്ചത്, പക്ഷേ അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ ലിസ്റ്റിൽ കിടക്കുന്നത്, അതിലേക്ക് വന്നു. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഹൗ യു സെർച്ച് തിങ്സ്. ആൻഡ് നോർമലി നമുക്ക് സെലക്ട് ചെയ്യും ചെയ്യാം.
ഇനി ഇത് ഫിൽട്ടർ ചെയ്യണം. അതായത് നമുക്ക് ബ്ലൂ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, സോറി ഞാൻ ഇവിടുന്ന്, ഓക്കെ, ബ്ലൂ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആക്ച്വലി ബി വെച്ചുള്ളത് മൊത്തത്തിൽ കാണുന്നുണ്ട്. ഇത് ഫിൽട്ടർ ചെയ്യുന്നില്ല, എല്ലതും ഉണ്ട്. ആ ഡ്രോപ്പ് ഡൗണിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മളുടെ ഫോക്കസ് അതിലേക്ക് സെലക്ഷൻ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി വേണ്ടത് ഇതിൽ ഫിൽറ്ററും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ബി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോ ഓൺലി ദ കണ്ടന്റ്സ് അല്ലെങ്കിൽ ഓൺലി ദ ഐറ്റം സ്റ്റാർട്ടിങ് വിത്ത് ദാറ്റ് കീവേഡ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഫിൽറ്റർ എന്ത് ചെയ്യുക, എനേബിൾ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക, മേക്ക് ഇറ്റ് ട്രൂ ആൻഡ് സേവ് ദിസ്. നൗ ഇവിടെ ഞാൻ ബ്ലൂ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇറ്റ് ഈസ് ഷോയിങ് ബ്ലൂ ഓൺലി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വെരി കൺവീനിയൻറ്റ്. നമ്മളൊരു ഡ്രോപ്പ് ഡൗൺ മെനു ബട്ടൺ ഫോം ഫീൽഡോ ക്രിയേറ്റ് ചെയ്ത് അതിൽ സെർച്ച് ഒക്കെ എനേബിൾ ചെയ്യുന്നത് പറയുമ്പോൾ നല്ല റിസ്കി ആയിരിക്കും. ആൻഡ് ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഐറ്റം കിട്ടും. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിൽ സെലക്ട് ചെയ്യുന്ന സാധനം എവിടെ ഉണ്ടായിരിക്കും, ഈ ഒരു വേരിയബിൾ ഉണ്ടായിരിക്കും. നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത ആ വേരിയബിളിലായിരിക്കും ഉണ്ടാവുക ഈ ഐറ്റം ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് this may be a new widget for you, and this is called drop down menu, and try this thing. ആൻഡ് ഇപ്പോൾ നമ്മൾ ചെയ്തത് സ്റ്റാറ്റിക് ആയിട്ട് എന്ത് ചെയ്തേക്കാണ്, ഇവിടെ ഐറ്റംസ് എന്ത് ചെയ്തേക്കാണ്, സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. ആക്ച്വലി ഐറ്റം ഹാവ് എ വാല്യൂ ആൻഡ് എ ലേബൽ. These are the two things. I need to create these entries dynamically. That's what we are going to do next. Okay, and let's create a new list under this thing. Okay, I think till now you got the idea. I think ഇതുവരെയുള്ള കാര്യം നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Okay, if you found this interesting, and you can comment and definitely try ചെയ്ത് നോക്കണം. മേ ബി ഞാൻ കോമൺ ആയിട്ട് ഉപയോഗിക്കാത്തൊരു വിഡ്ജറ്റാണ്. ഞാനത് എനിക്കറിയണ്ടായിരുന്നില്ല സത്യത്തിൽ ഇങ്ങനെ ഒരു വിഡ്ജറ്റ് ഉണ്ടെന്ന്. ഞാൻ കോംപ്ലക്സ് ആയിട്ടുള്ള സെർച്ച് ഒക്കെ എഴുതിയിട്ടാണ് എന്ത് ചെയ്തിരുന്നത്. മേ ബി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആൻഡ് ഐ സോ എ വീഡിയോ ഇൻ ദ ഫ്ലട്ടർ ചാനൽ, ഫ്ലട്ടറിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ ഞാൻ വീഡിയോ കണ്ടു വിഡ്ജറ്റ് ഓഫ് ദ വീക്കിനകത്ത്. ഈ ഒരു വിഡ്ജറ്റ് അവർ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമുക്കൊരു ഡൈനമിക് ആയിട്ട് ഇതിലേക്ക് എങ്ങനെയാണ്, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 100 ഐറ്റം ഉണ്ടെങ്കിൽ ഇപ്പോൾ 150 കൺട്രീസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 150 എൻട്രീസ് ഉണ്ടെങ്കിൽ അത്രയും എൻട്രി ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഡൈനാമിക് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു ലിസ്റ്റ്, ഒരു മാപ്പിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, ലോഡ് ചെയ്യിക്കണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ക്രിയേറ്റ് സംതിങ് ബിലോ ദിസ് തിങ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ഹാവ് എ ടെക്സ്റ്റ് ഹിയർ, and this should be select country. Okay, and save this, and now you have select country here. I want to show all the countries in a drop down menu here, and it is searchable and filter ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യാൻ പറ്റണം. So let me have a list of all countries. I already created a list here. Let me paste this here. Okay, paste it again. That is a huge list of countries, and you can have all the countries. I just converted that to a set. Actually, that list is generated by ChatGPT, so I think it has got some duplication. So duplication ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഈ കൺട്രീസ് ലിസ്റ്റിനെ സെറ്റാക്കി മാറ്റി. സെറ്റ് നമുക്കറിയാലോ, സെറ്റിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവില്ല. നമ്മൾ മാത്തമാറ്റിക്സിൽ സെറ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് 1, 2, 3, 4, 4 ഇങ്ങനെയാണ് എഴുതുന്നത്. ഇത് പോസിബിൾ അല്ല. സെറ്റിനകത്ത് ഒരു വാല്യൂ ഒരു തവണ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ സെറ്റാക്കി മാറ്റുമ്പോൾ ആ ഡ്യൂപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഒഴിവാകും. എന്നിട്ട് അഗെയിൻ ഞാൻ അതിനെ എന്തായി ലിസ്റ്റാക്കി മാറ്റി. ആൻഡ് ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, ദെൻ ഇഫ് സംബഡി ആസ്ക് യു ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഫ്രം എ ലിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി കൺവേർട്ട് ദാറ്റ് ടു എ സെറ്റ്, ദെൻ ടേക്ക് ഇറ്റ് ബാക്ക് ടു ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാക്കില്ല, ആ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കില്ല. ഓക്കെ, ദെൻ കം ഹിയർ. I want to create a drop down menu. Let's create a drop down menu. Okay, and നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ എന്തുണ്ട്, ഡ്രോപ്പ് ഡൗൺ എൻട്രീസ് ഉണ്ട്. ആൻഡ് നേരത്തെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യായിരുന്നു ചെയ്തത്, നേരത്തെ നമ്മളിവിടെ എഴുതുകയായിരുന്നു ചെയ്തത്, നേരത്തെ സ്റ്റാറ്റിക് ആയിട്ട് എഴുതുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആ കൺട്രീസ് ലിസ്റ്റിനകത്ത് നിന്ന് എന്ത് ചെയ്യാണ്, ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കോൾ യുവർ കൺട്രീസ് ലിസ്റ്റ്. ഓക്കെ, കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഐ എം ഗോയിങ് ടു call my countries list, and I'm going to make this a map. Okay, and so നമുക്കിവിടെ ഞാൻ എൻ്റെ കൺട്രീസ് ലിസ്റ്റ് എടുത്തു, എന്നിട്ട് അതിനെ മാപ്പായിട്ട് മാറ്റുകയാണ്. സോ ഐ എം ഗോയിങ് ടു ഹാവ് countries.map, then take each item, ഈ കൺട്രീസ് ലിസ്റ്റിലെ ഒരു ഐറ്റം എടുത്തു, എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഐ എം ഗോയിങ് ടു ഹാവ് ദാറ്റ് ഡ്രോപ്പ് ഡൗൺ മെനു എൻട്രി ഇതാക്കി മാറ്റുകയാണ്. ഓക്കെ, ആൻഡ് എറേഴ്സ് ഉണ്ട്. എറേഴ്സ് പോകുമ്പോൾ
and this should be country, that country. Okay, and the label should be, ആൻഡ് നമ്മളെ ലിസ്റ്റ് സ്ട്രിങ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ആ കൺട്രി തന്നെ എടുത്ത് എന്ത് ചെയ്തു, ഇവിടെ പാസ് ചെയ്തു. ദെൻ അൾട്ടിമേറ്റ്ലി ഡ്രോപ്പ് ഡൗൺ മെനു എൻട്രി എന്ന് പറയുന്നത്, എൻട്രീസ് എന്ന് പറയുന്നത് ലിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിനെ മാപ്പ് ആക്കി മാറ്റി. ആൻഡ് ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ബാക്ക് ടു, ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് ദിസ് ബാക്ക് ടു list. Okay, come here and let me have some space here. And ഇവിടെ നമ്മൾ അവസാനം എന്ത് ചെയ്യും, ഇതിനെ ടു ലിസ്റ്റ് ആക്കി മാറ്റും. നോ യു ഡോണ്ട് ഹാവ് എനി എറേഴ്സ്. ആൻഡ് ഓക്കെ, ആൻഡ് ഐ തിങ്ക് യു ഗോട്ട് ദിസ് തിങ്. ഇത് നമ്മൾ സാധാരണ ഡ്രോപ്പ് ഡൗൺ മെനു ഫോം, ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ഫോം ഫീൽഡിനകത്തൊക്കെ ചെയ്യുന്നതാണ്. ഒരു ലിസ്റ്റ് എടുത്തു, അതിനെ മാപ്പാക്കി മാറ്റി, ഓരോ എൻട്രി എടുത്തിട്ട് എന്ത് ചെയ്തു, ഡൈനാമിക് ആയിട്ട് ഓരോ ഡ്രോപ്പ് ഡൗൺ മെനു എൻട്രി ക്രിയേറ്റ് ചെയ്തു. ആൻഡ് അവസാനം എല്ലാം കൂടി എന്ത് ചെയ്യാണ്, ഓരോ തവണ ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് സേവ് ദിസ്, and now you have a country list here, and that is a huge list. Okay, and this is scrollable. Okay, and this is scrollable, but this is not practically എന്തല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിനകത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് നേരത്തെ എഴുതിയ ഓൺ സെലക്റ്റഡ് ഈവൻറ്റിനെ കോൾ ചെയ്യാം. ആൻഡ് ദിസ് ഷുഡ് ബി കൺട്രി ലിസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ വേരിയബിളിൻ്റെ പേര് കൺട്രി എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നേരത്തെ എഴുതിയ പോലെ എഴുതുകയാണെന്ത്, കൺട്രി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ യു ക്യാൻ ഹാവ് സെറ്റ് സ്റ്റേറ്റ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ക്രിയേറ്റ് എ വേരിയബിൾ ഹിയർ ഫോർ സ്റ്റോറിങ് ദറ്റ് കൺട്രി. ഓക്കെ, ആൻഡ് ആക്ച്വലി യു ഹാവ് ദ ഹ്യൂജ് ലിസ്റ്റ് ഹിയർ. ലെറ്റ് മീ ഫോൾഡ് ഇറ്റ്. ഓക്കെ, ചാറ്റ് GPT ജനറേറ്റ് ചെയ്തതാണ്, അതാണ് മൊത്തം കൺട്രീസ് വന്നത്. ഓക്കെ, ആൻഡ് ലെറ്റ് മീ ഹാവ് എ കൺട്രി. ഇറ്റ്സ് ആക്ച്വലി എ സ്ട്രിങ്, സോ സ്ട്രിങ് കൺട്രി. ഓക്കെ, and that is nullable. Then come down, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ കൺട്രി എന്ന് പറയുന്നത്, and this should be equal to your country. I think the name should be, both the names are same, and let me make this to underscore country. Okay, and maybe നമുക്ക് ഇഷ്യൂസ് വരണ്ട, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരേ വേരിയബിൾ നെയിം ഉള്ളത് ജസ്റ്റ് ഇങ്ങനെ ആക്കി മാറ്റി. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഇത് സെർച്ചബിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. യു നീഡ് എ കൺട്രോളർ. സോ കം ഹിയർ ആൻഡ് കൺട്രോൾ ഡി അടിച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പി എടുത്ത് തരും ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ, ആ സെയിം ലൈനിൻ്റെ ഒരു കോപ്പി. രണ്ട് ലൈൻ ഒന്നിച്ച് സെലക്ട് ചെയ്ത് കൺട്രോൾ അടിച്ച് ആ രണ്ട് ലൈനിൻ്റെയും കോപ്പി എടുത്ത് തരും. ആൻഡ് ലെറ്റ് മീ ഹാവ് എ കൺട്രി വേരിയബിൾ ഹിയർ. നോ, ഇറ്റ്സ് എ കൺട്രോളർ. നൗ കം ഡൗൺ ആൻഡ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, പാസ് ദറ്റ് കൺട്രോളർ ഹിയർ, ആൻഡ് ദാറ്റ് ഷുഡ് ബി അണ്ടർസ്കോർ കൺട്രി കൺട്രോളർ. ദെൻ ഇനി നമുക്ക് എന്ത് വേണം, യു നീഡ് ടു ഹാവ് ദാറ്റ് റിക്വസ്റ്റ് ഓൺ ഫോക്കസ്, റിക്വസ്റ്റ് ഫോക്കസ് ഓൺ ടാബ്, ദാറ്റ് ഈസ് ട്രൂ. Now save this. Now you can click here. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡ്രോപ്പ് ഡൗൺ അതിൻ്റെ പുറത്തുകൂടി ഇവിടെ ക്ലിക്ക് ചെയ്തു. ആൻഡ് യു ക്യാൻ ടൈപ്പ് ഹിയർ. ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ആൻഡ് ടൈപ്പ് ചെയ്തത് ഇവിടെ ക്ലിക്ക് ചെയ്തു. ആൻഡ് ഇവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ടൈപ്പ് സംതിങ് ഹിയർ. ആൻഡ് യു ക്യാൻ ഹാവ് ഇന്ത്യയിൽ എന്ത് ചെയ്തു, അത് വന്നിതു. ആൻഡ് പക്ഷേ ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ എനേബിൾ സെർച്ച് എന്ത് ചെയ്തു, ട്രൂ ആക്കി. ഓക്കെ, ആൻഡ് സേവ് ചെയ്തു. ആൻഡ് സേവ് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വരിക. ദെൻ ഐ ക്യാൻ ഹാവ് ദാറ്റ് തിങ് ഹിയർ, ദാറ്റ് ഈസ് ഇന്ത്യ. നൗ ഇത് ഫോക്കസ് അവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സെർച്ച് എനേബിൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം, ഇറ്റ്സ് എ ഹ്യൂജ് ലിസ്റ്റ്, ഇറ്റ് ടേക്സ് ഓൾ ദ ഹൈറ്റ് ഓഫ് യുവർ UI. So enable filter, that is also make it true, and save this and come here and you can have India. Okay, then you can have like this. See, I want USA, US. Okay, United States. Okay, United Arab Emirates is here, United Kingdom is here, United States is here. I'm going to have United States. Now you have ഇവിടെ എന്തുണ്ടായിരിക്കും, ഈ കൺട്രി എന്നുള്ള വേരിയബിൾ എന്ത് വന്നുണ്ടായിരിക്കും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് സെലക്ട് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ആ ഡ്രോപ്പ് ഡൗൺ മെനു ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഡൈനാമിക് ആയിട്ട് ഡ്രോപ്പ് ഡൗൺ എൻട്രീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഫിക്സഡ് വാല്യൂസ് ആണ് ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഒന്നുകൂടി ദ പെർഫെക്റ്റ് വേ എന്ന് പറയുന്നത് ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ നം ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. ഈ നം ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ചെയ്യാം.
അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് എ ലിസ്റ്റ്, ദെൻ ടേക്ക് ദ ലിസ്റ്റ് ഐറ്റംസ് ആൻഡ് കൺവേർട്ട് ദാറ്റ് എവറി ലിസ്റ്റ് ഐറ്റം ഇൻ ടു എ ഡ്രോപ്പ് ഡൗൺ മെനു എൻട്രി. ഓക്കെ, ഐ തിങ്ക് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ ടു യു ആൻഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ട്രൈ ദിസ്. എല്ലാവരും ഒരു തവണ ജസ്റ്റ് ഒരു പേജ് എടുത്തിട്ട് എന്ത് ചെയ്യുക, കോഡ് ചെയ്ത് നോക്കുക. മേ ബി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് വേറൊരു വിഡ്ജറ്റ് ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് റീസെൻ്റ്ലി ആണ് ഞാൻ എന്ത് ചെയ്ത് ഈ വിഡ്ജറ്റ് കണ്ടത്. ആൻഡ് ദിസ് ഇസ് മോർ കംഫർട്ടബിൾ ദാൻ ദാറ്റ് തിങ്. സെർച്ച് ചെയ്യലൊക്കെ എന്താണ് ഒന്നുകൂടി കംഫർട്ടബിൾ ആണ്. ഓക്കെ, ഐ തിങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഷെയർ ടു യുവർ ഫ്രണ്ട്സ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഐ നീഡ് യുവർ സപ്പോർട്ട് ടു മൂവ് ഫോർവേഡ്. Anyway, thank you for watching. I'll come up with a new widget in coming days. Okay. Anyway, thank you for watching. See you soon.